കോൺഗ്രസിന് ബുദ്ധിയില്ലാന്ന് ഞാൻ പറയുള്ളൂ. കോൺഗ്രസ് വളരെ മണ്ടൻ സമീപനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. കാരണം ശശി തരൂരിനെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കുക. അങ്ങനെ ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും കോൺഗ്രസിനെ ബഹുമാനിക്കും. അതേതാ വിവരമുള്ള ഒരാൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, അപ്പോൾ ഇത് മതി, ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു. കോൺഗ്രസിന് വലിയൊരു സാധ്യത അവിടെ തുറക്കുകയാണ്. പിന്നെ മുഖ്യമന്ത്രി ആക്കണോ വേണ്ടതെന്നൊക്കെയുള്ള പിന്നത്തെ കാര്യം അതൊക്കെ കോൺഗ്രസിന് തീരുമാനിക്കാമല്ലോ. KR ഗൗരിയമ്മയെ കാണിച്ചിട്ട് നായനാർ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? കേരം തെങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിരുന്നു പറഞ്ഞിട്ട് ആരായിരുന്നു മുഖ്യമന്ത്രി? അതെ അതെ, അതാണ് സംഭവിച്ചത്. എന്നിട്ട് ബൈ ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. VS കാണിച്ചിട്ടല്ലേ പിണറായി അധികാരത്തിൽ. VS മുഖ്യമന്ത്രിയാക്കുക, ആദ്യം സീറ്റ് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നിട്ട് എല്ലാം ചെയ്ത് VS ഇതാവാൻ പോകുന്നു, മുഖ്യമന്ത്രിയാക്കും വീണ്ടും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പിണറായി മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇതാണ് തീരുമാനം, ഇതാണ് നീക്കം. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന കളിയെങ്കിലും കളിക്കാൻ, മിനിമം കളി കളിക്കാനെങ്കിലും ആക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാൻ, പിന്നെ വരാൻ ചർച്ച ചെയ്യുക, ഹൈക്കമാൻഡ് ഇടപെടുക, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു നീക്കം നടത്താൻ, ഒരു മുഖം എടുത്ത് കാണിക്കാൻ ഇപ്പോൾ ഏത് മുഖമാണ് ഉള്ളത്? ചെന്നിത്തലയുടെയോ VD സതീശൻ്റെയോ? ചെന്നിത്തല ഒരിക്കൽ ആ രീതിയിൽ പ്രവർത്തിച്ച് പരാജയപ്പെട്ടതാണ്. അപ്പോൾ സ്വീകാര്യത അത്രത്തോളം ഒന്നും ഇല്ല. അത് മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധത്തിലേക്ക് വരണം. പ്രതിപക്ഷ നേതാവായിരുന്നതിന് ശേഷം ആദ്യമായി ഭരണം കൊണ്ട് കളഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. അതെ, അപ്പോൾ ഈ പറയുന്ന സാധ്യത അവിടെ മങ്ങുകയാണ്. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഉള്ളത് VD സതീശനാണ്. VD സതീശനും ഈ പറയുന്ന തലപ്പൊക്കം എത്രത്തോളം ഉണ്ട്? ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഇന്നില്ലാത്തതിൻ്റെ എല്ലാ അഭാവവും അതിൻ്റെ ഒരു ശൂന്യത കോൺഗ്രസ് നേതൃത്വത്തിനകത്തുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.